ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, നമ്മുടെ GoPro 9 Hero 9ൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും അതിനോടൊപ്പം ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എപ്പോഴും വേണം. അപ്പോൾ ഉള്ളതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതിലും കൂടുതൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയറൊക്കെ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനൽ സജസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പലർക്കും പല രീതിയിൽ എങ്ങനെയെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങോട്ട് പോവാം. അപ്പം ഇതാണ് സാധനം, പെട്ടി. അതിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, GoPro Hero 9. കുറേ എഴുത്തും കുത്തൊക്കെ ഉണ്ട്. 20 MB ക്യാമറ, 5K 40 അല്ലെങ്കിൽ 5K 40 FPS അല്ലെ 4K 60 FPS. 10 മീറ്റർ വരെ വെള്ളത്തിൽ, 10 മീറ്ററും വെള്ളത്തിൽ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫാണ്. അല്ല 33 ഫീറ്റ് എന്ന് പറയും. 1080 ഫുൾ HD ലൈവ് സ്ട്രീമിങ് ഇതിനെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ട് സ്ക്രീന്, ബാക്ക് സ്ക്രീന് സാധാരണ പറയുന്ന പോലെ. പിന്നെ സൈഡിൽ കുറേ എഴുത്തും കുത്തൊക്കെ ഉണ്ട് പാക്കറ്റിൽ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കാം. ഇത് ഈ പറഞ്ഞ പോലെ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. ഇത് കാര്യമൊന്നുമില്ല. അതിൻ്റെ എല്ലാ പാക്കറ്റിലും ഉള്ളവരും. പിന്നെ ഇതിൻ്റെ ആപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, GoProയുടെ ആപ്പിനെ പറ്റി. അത്രയൊക്കെ ഉള്ളൂ. അതിനകത്ത് പൊതുവെയുള്ള പാക്കറ്റുകളിൽ നിന്നും മൊത്തത്തിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് ഇതിൻ്റെ പാക്കറ്റാണ്, GoProയുടെ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഞാനിത് എളുപ്പത്തിന് മേള് പൊട്ടിച്ചായിരുന്നു, അല്ല ഇനി അവിടെ ക്യാമറയ്ക്ക് നിൽക്കണത് അർത്ഥം കളിക്കണല്ലോ. അപ്പം ഞാൻ ഓൾറെഡി മേളുവശം പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നൈസായിട്ടൊരു ബാഗാണ്. അപ്പം കവർ നമുക്ക് ഞാക്കില്ല, കവർ കളയാം. അപ്പോൾ ഇതാണ് സാധനം, പാക്കറ്റ്. ഇതിൻ്റെ കേസ്. ഇനി നമുക്ക് കേസ് തുറക്കാം. ഇനി വായിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്നതാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കുകയെല്ലാം ചെയ്യണമെന്നുണ്ട്, വായിക്കാം. പിന്നെ അതിൻ്റെ ആപ്പിനെ പറ്റി പറഞ്ഞേക്കുന്നത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് തുറന്നേക്കാം. തുറക്കുമ്പോൾ ഇതാണ് വാവ് ഇതിൻ്റെ സംഭവം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ ഉണ്ട്, ക്യാമറ ഇറ്റ് സെൽഫ്. നൈസ് ആൻഡ് കൂൾ. ഫ്രണ്ട് സ്ക്രീൻ ഉണ്ട്, അതാണ് ഏറ്റവും ഉപകാരം. വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഉപകാരമാണ്. പിന്നെ ഒരു USB-C USB-A കേബിള് ഫോർ ചാർജിങ് പർപ്പസൊക്കെ. പിന്നെ മൗണ്ടിങ് അതിൻ്റെ സാധനം അതൊരെണ്ണം. ഇത് ജസ്റ്റ് പാക്കാണ്, ബണ്ടിൽ മേടിക്കുകയാണെങ്കിൽ ഒത്തിരി മറ്റേ സ്റ്റാൻഡും സാധനങ്ങളും എക്സ്ട്രാ ബാറ്ററിയൊക്കെ വരും. ഇത് നോർമൽ പാക്കേജാണ്. പിന്നെ ഇതെന്തോ മറ്റേ വണ്ടിയുടെ ഒക്കെ ഹെൽമെറ്റിനൊക്കെ വേണ്ടി ഒട്ടിക്കാനുള്ളതാണ്. ടേപ്പൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്ക്രൂ, ആ മൗണ്ട് മുറുക്കാനുള്ള സാധനം. അത് ഇതിൻ്റെ അകത്ത് അത്രയാണ് വരുന്നത് അവിടെ. പിന്നെ ഈ സൈഡിൽ അതിൻ്റെ ബുക്കും വാറണ്ടി കാർഡും അതും ഇതും ബുക്കൊക്കെ ഉണ്ട്. ഒരു പേപ്പർ എന്താ. പിന്നെ എല്ലാ GoProയ്ക്കകത്തുള്ള പോലെ കുറേ സ്റ്റിക്കർ GoProയുടെ ഹെൽമെറ്റിലും വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ. പിന്നെ അതിൻ്റെ ബുക്ക്, ഇൻസ്ട്രക്ഷൻ, മാനുവൽ ഗൈഡ്, ഇതത്രയാണ് ആ സൈഡിലുള്ളത്. അപ്പം നമുക്കിനി ഡയറക്റ്റ് GoProയിലൊക്കെ ഇരുന്ന് കിടക്കാം. ഇതിൻ്റെ ലെൻസ് ഇതിൻ്റെ ബാക്കിയുള്ള GoProയിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് 5K ആണിത്. പിന്നെ ഫ്രണ്ട് സ്ക്രീനുണ്ട്. പിന്നെ ഇതിൻ്റെ ലെൻസ് നമുക്ക് ഊരി മാറ്റാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനോട് വേറെ ലെൻസ് ഉണ്ട്, അത് എക്സ്ട്രാ കായ് നല്ല വിലയാവും. മാക്സ് നമ്മുടെ ലെൻസ്, മാക്സ് എന്ന പേര്. അപ്പോൾ അത് അടിക്കുവാണെങ്കിൽ നമുക്ക് സൂം ലെൻസാണ്. പിന്നെ ഇത് കണ്ടില്ല ബാഗിൻ്റെ അത് ജസ്റ്റ് ഒരു
ഒരു പ്ലാസ്റ്റിക് സാധനം വെച്ചേക്കുന്നതാണ് ഇവർ, വേറെ ഒന്നുമില്ല, സാധനം ഇരിക്കാൻ. അപ്പം ഇതാണ് ക്യാമറ. GoPro Hero 9 Black. സൈഡിൽ പവർ ബട്ടണ്, ഇതിൻ്റെ മേളിൽ റെക്കോർഡിങ് ബട്ടണ്, പിന്നെ അതിൻ്റെ ഫ്രണ്ട് സ്ക്രീന്, ബാക്ക് സ്ക്രീന്, പിന്നെ ലെൻസ് ഊരി മാറ്റുന്ന ലെൻസ്, പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സൈഡിലാണ് ബാറ്ററി SD കാർഡൊക്കെ ഉള്ളത്. ഇത് GoPro സൈഡിൽ SD കാർഡുണ്ട്. ഇതാണ് വേണമെങ്കിൽ റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ USB-C കുത്താനുള്ള പോർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പം അതടച്ച് ലോക്കിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് സാധനം ഓണാക്കാം. പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. യെസ്, അതൊരു ഫങ്ഷൻസൊക്കെ ഉണ്ട് വിത്താൽ. ഇപ്പം ജസ്റ്റ് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വെള്ളത്തിലൊക്കെ മുക്കുമ്പോഴൊക്കെ ഉള്ള ഓപ്ഷനാണ് ഇത്. നമുക്കിപ്പം ഫ്രണ്ട് ക്യാം വരുന്നത്. അത് നല്ലൊരു ഓപ്ഷനാണ് ഫ്രണ്ട് ഇങ്ങനെ ഉള്ളത്. നമുക്ക് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര സുഖമാണ്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇനി താഴേന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ താഴേന്ന് മേലോട്ട് സ്വൈപ്പ് ആയിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ റീസെൻറ്റ് വീഡിയോസ്. പിന്നെ മേളിൽ നിന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നോട്ടിഫിക്കേഷൻ പാനൽ പോലെ, ടാസ്ക് പാനൽ പോലെ അതിൻ്റെ സെറ്റിങ്സും സംഭവങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് 4K 60 5K 30 വരെ പറ്റും. 5K വരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറേ ഇതുണ്ട്. നല്ല തണുപ്പാണ് അതുകൊണ്ട് കൈയൊക്കെ ഫ്രീസ് ആയതുകൊണ്ട് തന്നെ ആണ് സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ പാട്. ഇനി നമുക്ക് എന്താ ചെറിയതായിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കാം. വെച്ചാൽ ഇത് ഇപ്പോൾ ഇവിടുത്തെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ റെക്കോർഡിങ് സ്റ്റാർട്ടായി സാധനത്തിൻ്റെ. പിന്നെ നീക്കുവാണെങ്കിൽ റെക്കോർഡിങ് ഓഫ് ആവും, സേവായി. പിന്നെ താഴെ ഇതുപോലെ മൗണ്ട്, ഇത് റിമൂവബിളാണ്. നമുക്ക് പിന്നെ ആട്ടും ബോട്ടൊക്കെ അയച്ച് മാറ്റാവുന്ന ദിവസമുള്ളൂ. അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ എടുത്ത് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാമോ? വീഡിയോ എടുക്കാൻ നമ്മൾ സെറ്റായി. നമ്മൾ അതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് ചെയ്തിട്ട് പിടിപ്പിച്ചു, നട്ടും ബോൾട്ടൊക്കെ ഇട്ട് വെച്ച് സംഭവം സ്റ്റാൻഡ് പോള് സെറ്റാക്കി. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് റിവറൊക്കെ ഉണ്ട്, റിവറിനകത്തൊക്കെ ഒന്ന് മുക്കി നോക്കാം. അതിൻ്റെയൊക്കെ ഷോർട്ട്സിനൊക്കെ ചെറുതായിട്ട് കാണിക്കും. അതിൻ്റെ ഒപ്പം ഇനി റെക്കോർഡ് ചെയ്യുന്നത് യുവത്തലായിരിക്കും ഞാൻ ബാക്കി വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഗോപ്രോയിലാണ്. എങ്ങനെയാണ്? നല്ല ക്ലാരിറ്റി അല്ലേ? ഇതിപ്പോൾ ഞാൻ 4K 60 ചെയ്യുന്നത്. നല്ല വെടിക്കെട്ട് ക്ലാരിറ്റിയാണ് ഇപ്പം കാണുമ്പോൾ. ഫ്രണ്ട് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. സൗണ്ടിലൊക്കെ ആണ് നല്ലതാണെന്ന് തന്നെ പറഞ്ഞ്. അപ്പം എന്താണ്ട് ഇവിടെ ഞാനിപ്പോൾ റിവറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഒരു താറാവ് ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ മുക്കി നോക്കാം നൈസായിട്ട്. ഇപ്പോൾ ഗായ്സ് വെള്ളത്തിൽ നൈസായിട്ട് മുക്കാൻ പോവുകയാണ്. പണി പാളി, ഷൂ വെള്ളത്തിൽ പോയി. അപ്പം നമ്മൾ വെള്ളത്തിലാണിപ്പോൾ.
അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് വീഡിയോ? ഉണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഞാൻ കാല് ചവിട്ടിക്കൊണ്ട് ഇറങ്ങി, നിങ്ങൾ കണ്ടില്ലേ? ആദ്യം ഷൂ ഇട്ടുകൊണ്ട് പതുക്കെ കല്ലക്കള ചവിട്ടി, അപ്പം ഷൂ വെള്ളത്തിൽ തെന്നി, കല്ലിൽ തന്നെ ഷൂ വെള്ളത്തിൽ ചവിട്ടി, ഷൂവിനകത്തൊത്തം വെള്ളം കയറി. അത് കഴിയുമ്പോൾ കാല് ചവിട്ടിക്കൊണ്ട് വെള്ളത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മൈനസാണ് ഇവിടെ ഡിഗ്രി, അതുകൊണ്ട് അയ്യോ കാല് മരച്ചു പോയി, പണ്ടാരം തുടങ്ങി. നല്ല ക്ലാരിറ്റി അല്ലേ സാധനത്തിന്. 4K എടുത്തിട്ട് തന്നെ ഇത്ര നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ 5K എടുക്കുമ്പോൾ അതിനേക്കാളും ക്ലാരിറ്റി ഉണ്ട്. 5K എടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പാടാം, അതുകൊണ്ടാണ് ഇപ്പോൾ 4K വെച്ചെടുത്ത്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ അൺബോക്സിങ് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്കും കൂടെ എത്തിക്കുക. പിന്നെ ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ വളർത്തുക. നിങ്ങളുടെ സപ്പോർട്ട് വലുതാണ്. അപ്പോൾ ഇതെടുക്കുന്നതെല്ലാം ഞാൻ GoProയിലാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫോണിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത നല്ല വീഡിയോ കാണുന്നവരെ ബൈ.